ചിരിമണി മുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരി മുല്ലേ ചെല്ലനിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ ചെമ്പകമലരെ കളി പറയാതെ കരിവണ്ണെ കൊതി തൊഴാതെ മധുവിധുരാവിതിലെല്ലാം പണ്ടേ പതിവാണല്ലോ ഓ കണ്ണിണകൾ കടുക് വറുക്കണ് സുഖമാണല്ലോ കവിളിണകൾ ചോന്നു തുടിക്കണ് പതിവാണല്ലോ ഒരു വട്ടം കൂടി പറയണതെന്തിന് ഞാൻ Better just tell me സ്നേഹം തൊട്ടു തൊട്ടു തരുമോ കനവിൽ മുട്ടി മുട്ടി നീ വരുമോ 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 I just wanna love you ചുണ്ടിൽ തൊട്ടു തൊട്ടു നൽകാം കനവിൽ മുട്ടി മുട്ടി ഞാൻ തനിയെ പോരാ ചിരിമണി മുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരി മുല്ലേ ചെല്ലനിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ ചെമ്പകമലരെ കളി പറയാതെ കരിവണ്ണെ കൊതി തൊഴാതെ മധുവിധുരാവിതിലെല്ലാം പണ്ടേ പതിവാണല്ലോ താഴ്വാരം അവിടെ കൂടി പാർക്കാൻ മഞ്ഞിൻ കൊട്ടാരം സാഗരം ഹിമസാഗരം ആഴക്കടലിൽ വർണ്ണച്ചെപ്പിക്കൂടാരം തുടികൊട്ടി മാമഴമേഘം തിരിയിട്ടു മായികയാമം ഇനി പോരാൻ താമസമെന്താണ് Better just tell me സ്നേഹം തൊട്ടു തൊട്ടു തരുമോ കനവിൽ മുട്ടി മുട്ടി നീ വരുമോ 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 I just wanna love you ചുണ്ടിൽ തൊട്ടു തൊട്ടു നൽകാം കനവിൽ മുട്ടി മുട്ടി ഞാൻ തനിയെ പോരാ സ്നേഹം തൊട്ടു തൊട്ടു തരുമോ കനവിൽ മുട്ടി മുട്ടി നീ വരുമോ 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 I just wanna love you ചുണ്ടിൽ തൊട്ടു തൊട്ടു നൽകാം കനവിൽ മുട്ടി മുട്ടി ഞാൻ തനിയെ പോരാ ഓ ഞാൻ വരാം ഇനി ഞാൻ വരാം നിന്റെ സങ്കൽപ്പത്തിൻ മായാലോകത്ത് തിരിട്ടു താരകവാലൻ ശ്രുതിയിട്ടു മോഹനരാത്രി ഇനി പാടാൻ താമസം എന്താണ് Just tell me സ്നേഹം തൊട്ടു തൊട്ടു തരുമോ കനവിൽ മുട്ടി മുട്ടി നീ വരുമോ 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 I just wanna love you ചുണ്ടിൽ തൊട്ടു തൊട്ടു നൽകാം കനവിൽ മുട്ടി മുട്ടി ഞാൻ തനിയെ പോരാ ചിരിമണി മുല്ലേ ചിത്തിരമുല്ലേ സുഖമല്ലേ സുന്ദരി മുല്ലേ ചെല്ലനിലാവിൻ ചുംബനമേൽക്കാൻ സുഖമാണല്ലേ കണ്ണിണകൾ കടുക് വറുക്കണ് സുഖമാണല്ലോ കവിളിണകൾ ചോന്നു തുടിക്കണ് പതിവാണല്ലോ ഒരു വട്ടം കൂടി പറയണതെന്തിന് ഞാൻ Better just tell me സ്നേഹം തൊട്ടു തൊട്ടു തരുമോ കനവിൽ മുട്ടി മുട്ടി നീ വരുമോ 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 I just wanna love you ചുണ്ടിൽ തൊട്ടു തൊട്ടു നൽകാം കനവിൽ മുട്ടി മുട്ടി ഞാൻ തനിയെ പോരാ ശിവനന്ദ ചേച്ചി ഗോവിന്ദ് പറൂ സൂപ്പർ ഭയങ്കര ഗോവിന്ദ് പിന്നെ റൊമാൻസിന്റെ ആളാണ് അല്ലേ ചേച്ചി റൊമാൻസ് ആണോ ഗോവിന്ദ്? ഇതില് ഈ പെർഫോമൻസിന്റെ ഇടയിൽ ശരത് സർ ഒരു അസൂയുള്ള ഒരാള്, ഒരു പുച്ഛമുള്ള ഒരാളുണ്ടായിരുന്നു. അജൽ അജൽ ഒരു ബേബി ജസ്റ്റ് ടെൽ മീ എന്നൊക്കെ പറഞ്ഞ ഗോവിന്ദ് അവിടെ കിടന്ന് പാടുമ്പോ
ചൊറിയുന്നോ. ഓ എന്താണിത്? ഞാൻ നോക്കുമ്പോ അവിടെ അതല്ലേ? കൂളായിരുന്നെങ്കിൽ നീ പറയോ, അതിന് ഉത്തരം പറയോ? ഞാൻ വേറെന്താ ആലോചിച്ചിരുന്നത് സാർ പെട്ടെന്ന്. റൊമാൻസ് ഇഷ്ടപ്പെട്ടില്ലേ? അതൊന്നും ഇവിടെ ചത്ത് കിടന്ന് അഭിനയിച്ച് പാടുമ്പോ അവിടെ കിടന്ന് ഒരു പുച്ഛം. പുച്ഛല്ല മാം, ഞാൻ എന്തോ ആലോചിച്ചിട്ട് ചൊറിഞ്ഞതായിരുന്നു. നിങ്ങൾ നന്നായിരുന്നു കേട്ടോ കോഴ്സൊക്കെ. Thank you, thank you. ഇപ്പൊ വരണം. ഓക്കെ, ചോദിക്കാം. എന്നാ ചേച്ചി തന്നെ പറഞ്ഞോളൂ. എന്താണ് ഉടുപ്പ്? ആദ്യം തന്നെ പറയട്ടെ, കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ സ്റ്റൈലായിട്ടുണ്ട് രണ്ടുപേരും. താങ്ക് യു മാം. ഇതിനു വേണ്ടി ചെയ്തതായിരിക്കും അല്ലേ? അതെ അതെ, ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. പിന്നെ മോൾ അസലായിട്ട് നല്ല സ്വിങ് ചെയ്ത് ഡാൻസ് ഒക്കെ ചെയ്ത് നന്നായി പാടി. എനിക്ക് രണ്ടുപേരുടെ പെർഫോമൻസും ഇഷ്ടമായി. ഒന്നാമത് ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഓക്കെ, ഡീറ്റെയിൽസ് പറയും. ലയൺ എന്നുള്ള മൂവിയിലെ സോങ് ആണ്. അതെ, എഴുതിയിരിക്കുന്നത് കൈതപ്രം സാറാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് പറഞ്ഞു. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ദീപക് ദേവ് സാറാണ്. പാടിയിരിക്കുന്നത് അഫ്സൽക്ക, ജോത്സ്നേച്ചി. എഴുതിയത് കൈതപ്രം സാർ. ഓക്കെ ഓക്കെ, ഗ്രേറ്റ്. അപ്പം ഞാൻ നമ്മുടെ അഫ്സൽക്കയുടെയും ജോത്സ്നയുടെയും പാട്ടുകളിൽ എനിക്കിഷ്ടമുള്ളൊരു ഒരു ഡ്യുവറ്റാണ്. നല്ലൊരു രസമുള്ളൊരു പാട്ടാണ്. പിന്നെ പറയേണ്ട കാര്യമില്ല, നമ്മുടെ ദിലീപേട്ടനും കാവ്യയും കൂടി ഇത് അടിച്ച് പൊളിച്ച് അഭിനയിച്ച് തകർത്ത ഒരു സീനാണ്. അപ്പം ഈ പടത്തിലുള്ള എല്ലാ പാട്ടുകളും തന്നെ. പിന്നെ ഈ പടവും സൂപ്പർ ഹിറ്റ് പടമാണല്ലോ. അപ്പൊ അതായത് എത്ര പ്രാവശ്യം ടി വിയിൽ വന്നാലും നമുക്ക് ഇരുന്ന് കാണാൻ തോന്നും. അത്രയ്ക്ക് നല്ലൊരു മൂവി. പിന്നെ നല്ല രസമായിട്ട് പാടി നിങ്ങൾ. ഇത് ജഗതി ചേട്ടനാണ്, അമ്പിളി ചേട്ടൻ ഇങ്ങനെ ആ ബുക്ക് തുറക്കുമ്പോഴത്തേക്ക് ഈ പാട്ടിലേക്ക് പോകുന്നത് ഭയങ്കര ഒരു ഇമാജിനേഷനാണ്. സൂപ്പറായിരുന്നു എല്ലാവരും. അപ്പോൾ ഒരു ഫാന്റാസ്റ്റിക് പെർഫോമൻസ് തന്നെയായിരുന്നു. ഐ ലൈക്ക് ഇറ്റ്. ചേച്ചി ഷാനിക. ശിവനന്ദ ഗോവിന്ദ് നന്നായിട്ട് പാടി. താങ്ക് യു സർ. താങ്ക് യു സാർ. ഒരു പ്രത്യേക വൈബുള്ള ഒരു പാട്ട്. ഇതിൽ നിങ്ങളുടെ മലയാളം ഡിക്ഷൻ ഓബിയസ്ലി അടിപൊളിയായിരുന്നു. ഈ ഇംഗ്ലീഷ് ഡിക്ഷനിൽ ചെറിയ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോഴാണ് നമുക്ക് അത് ശരിയായില്ല എന്ന് നമുക്ക് തോന്നും. ഇത് അതും അടിപൊളിയായിരുന്നു. അവൻ വിചാരിച്ചു ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് തെറ്റിപ്പോയോ? ഇല്ലില്ല, എനിക്ക് ആക്ച്വലി ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ബെറ്റർ ജസ്റ്റ് ടെൽ മീ എന്നല്ലേ. അപ്പോൾ എൻ്റെ മൈൻഡിൽ തുടക്കം തൊട്ട് ബേബി ജസ്റ്റ് ടെൽ മീ. ഞാനും അതെ, അങ്ങനെ വിചാരിച്ചത് ആദ്യം. ഞാനും അതാ വിചാരിച്ചത്. കാരണം അതല്ലേ ദീപകന്റെ പല പാട്ടുകളിലും ഇപ്പൊ ഹേയ് ബേബി അപ്പൊ ഞാൻ വിചാരിച്ചു ബേബി ജസ്റ്റ് ടെൽ മീ ആയിരിക്കും. പക്ഷെ ഞാനിപ്പോ ഒരു 3 വെബ്സൈറ്റ് എടുത്ത് നോക്കി, എല്ലാത്തിനകത്തും ബെറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് താങ്ക് യു. ആ ഒരു പോർഷൻ കാർത്തിക ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാർത്തിക കാർത്തികേയത്തിൽ ചിരിക്കാൻ അറിഞ്ഞൂടാത്ത കുട്ടിയോ? അതന്നെ, അടിപൊളിയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഏത് ലാംഗ്വേജ് ആണെങ്കിലും അതിൻ്റെ ഡിക്ഷൻ കറക്റ്റ് ആകുമ്പോഴാണ് ആ ഒരു കംപ്ലീഷൻ, ആ ഒരു പൂർണ്ണത നമുക്ക് ഫീൽ ചെയ്യാം. ഇതൊരു അല്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര ഓക്വേർഡായിട്ട് നമുക്ക് ഫീൽ. ഇത് അടിപൊളിയായിരുന്നു, നല്ല വൈബ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് അങ്ങനത്തെ ഒരു ഭയങ്കര ചിയർഫുൾ ആയിട്ടുള്ളൊരു പാട്ടുമാണ്. കോറസ് അടിപൊളിയായിരുന്നു, ആ പുറകെയുള്ള വിഷ്വൽസ് അടിപൊളിയായിരുന്നു. പിന്നെ നിങ്ങളുടെ ആ ഒരു ഹോൾ ആക്ട് അടിപൊളിയായിരുന്നു, നല്ല വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ശരത് സർ. ഗോവിന്ദ് ശിവനന്ദ നല്ല എന്താ പറയണ്ട, ഒരു റൊമാൻറ്റിക് വൈബുള്ള പാട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ അടിച്ചു പൊളിച്ച് പാടി. നന്നായി, തുടക്കമൊക്കെ വണ്ടർഫുൾ ആയിരുന്നു ഗോവിന്ദ. പിന്നെ നിനക്ക് ഈ ഒരു വിഷയത്തിൽ നീ PhD എടുത്ത ആളാണ്. അപ്പം നമ്മളൊക്കെ നിനക്ക് ശിക്ഷപ്പെടാതിരിക്കുക, സമയമുള്ളപ്പോൾ പറഞ്ഞാൽ മതി, ഞാൻ ഷാനും കൂടെ വരാം. നിങ്ങളെ ചില ഐറ്റങ്ങളൊക്കെ പഠിപ്പിച്ചതാണ്. ഉറപ്പായിട്ടും സാർ. ചക്കര ഗോവിന്ദേ, നന്നായിരുന്നടാ. നിന്റെ ആ മഴമേയൊക്കെ പ്രൊണൗൺസിയേഷൻ എനിക്ക് മഹാവൃത്തികേടായിട്ട് തോന്നി. ഒന്ന് പാടാമോ? തുടികൊട്ടി മാമഴമേഘം. ഓക്കെ, അവ പാടും, എപ്പോഴും മേഘം എന്ന് തന്നെ പാടണം കേട്ടോ. പിന്നെ നീ വരുമല്ലേ നീ. മുകളിലെ പോർഷൻ ഇപ്പോഴും ഒരു സംശയത്തിൻ്റെ മുൾമുനയിലാണ്. മുൾമുന അതല്ലത്, കോൺഫിഡൻ്റ് ആയിട്ട് പാടിക്കാത്. അതൊന്ന് ഹിറ്റ് ചെയ്യും. അതിങ്ങനെ ഇറങ്ങി 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 ആ വഴി അങ്ങ് പോന്നു, കണ്ടം വഴി. ഗുഡ് ഗുഡ് ഗുഡ്, അത് ശരിയായിക്കൊള്ളുക കേട്ടോ. അത് കൃത്യമായിട്ട് ഹിറ്റ് ചെയ്യുമ്പം അതിന് കിട്ടേണ്ട വൈബ് കിട്ടും നമുക്ക് കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ.
ബാക്കി എല്ലാം നന്നായിട്ട് പാടി. നിങ്ങൾ ഡാൻസും നിങ്ങൾ പിന്നെ ഗോവിന്ദൻ്റെ കാര്യം പറയേണ്ട കാര്യമേ ഇല്ല. അവൻ എക്സൽ ചെയ്തു, ഒരു അസാധ്യം. ഇതിനെ പഠിച്ച് വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ആകെ ഇതിൽ എല്ലാം നിങ്ങളുടെ ഡാൻസ്, കോറസ്, നമ്മുടെ ഓർക്കസ്ട്ര, ഞങ്ങളെ എല്ലാം ഇഷ്ടപ്പെട്ടു. പാറു അവിടെ ഇരുന്നിട്ട് ഒരു വികാരവും ഇല്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിനക്ക് ഞാൻ ആഹാരം മേടിച്ച് തന്നില്ലെന്നുള്ള വിഷമം കാണിക്കാനുള്ള ഒരു അവസരമല്ലായിരുന്നു ഇത്. ഞാൻ വാങ്ങിച്ചു തരാം. അല്ല, ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ ഇവിടെ റൊമാൻസ് കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതൊന്നും പറയാം, ഞാൻ നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പലതും നോട്ട് ചെയ്യാൻ വിട്ടുപോയത്. അപ്പോൾ എന്തൊക്കെയായാലും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നേരിടും. ഭയങ്കര മോശം. ഞങ്ങൾ ഡിസ്കസ് ചെയ്തോണ്ടൊക്കെ അതിന് എന്തിനും മ്യൂസിക് ഇടും. അല്ലല്ല, അത് കൃത്യമായിട്ട് ഇടും. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്ന കേട്ടോ. ഞാൻ എൻജോയ് ചെയ്തു നിങ്ങളുടെ പെർഫോമൻസ്. എന്നാ ഞാൻ ഒരു കറക്ഷൻ പറഞ്ഞോട്ടെ സർ. ഷാൻ, ഞാൻ ദീപക് ചേട്ടനോട് ഇപ്പൊ ചോദിച്ചു, എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ബേബി തന്നെയാണ്, ബെറ്റർ അല്ല. അത് ബേബി തന്നെയാണ്. ഞാൻ ആദ്യം എങ്ങനെ പാടിയിരുന്നു? ഞാൻ ഇപ്പൊ എനിക്കത് ഡൗട്ട് വന്നു. എല്ലാം ഗൂഗിൾ എന്ന് പറഞ്ഞോണ്ട് ഞാൻ അതിന്റെ സൃഷ്ടി കർത്താവിനോട് തന്നെ ലൈവ് പാടി കേട്ടപ്പോ ബെറ്റർ എന്നാ പാടിയിരുന്നത്. അല്ല, അത് എന്തായാലും ബേബി. അപ്പൊ ഷാനിക്ക നോക്കിയപ്പോ ബെറ്റർ എല്ലാത്തിനും ബെറ്റർ. എന്റെ തലയില് ബേബി കിടക്കണം. എന്റെ തലയിലും ബേബിയാ. എന്റെ തലയെ ബേബിയെ കിടത്തത്തില്ലേ? ഞാനും ബേബിയെ പാടി. ഞാൻ സീതയെ കിടത്തുള്ളൂ. ഞാനും ബേബിയോ ഗേബിയോ എന്തെങ്കിലും വാട്ടവർ, അത് നമുക്കൊരു വിഷയമല്ല. അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു റൊമാൻസ് വിത്ത് ഗോവിന്ദ്? ഗോവിന്ദേട്ടൻ അടിപൊളിയാണ്. ഈ അങ്ങനെയല്ല, എല്ലാരും പറയും പോലെ വലിയ കോഴിയൊന്നല്ല. പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല നമുക്കൊരു കംഫർട്ട് ഉണ്ട്. പാവാണ്. പാവാണ്, എല്ലാരും പറയും പോലെ ഒന്നല്ല, പാവാണ്. എന്താണ്? അല്ല, അവന് അപ്പുറത്ത് പോയിരുന്ന് കരയും. സന്തോഷം. ഗോവിന്ദ, നീ അങ്ങനെ കോഴി എന്തുകൊണ്ടാണ് ശിവനന്ദക്ക് അങ്ങനെ? ഒന്നാമത് ഇപ്പൊ ശിവനന്ദ തന്നെ പറഞ്ഞു എല്ലാവരും പറയുന്ന പോലെ കോഴിയല്ല. അല്ല, ശിവനന്ദ ഫസ്റ്റ് കുറച്ച് എല്ലാവരും അത് പറയുന്നുണ്ട്. ശിവനന്ദ അടുത്തപ്പോൾ എന്നോട് ഓൾറെഡി ചോദിച്ചു, ഞാൻ ചേട്ടൻ കോഴിയാണെന്ന്. പക്ഷെ അങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു. അല്ല, കാണുമ്പം ലുക്ക് അങ്ങനെയാണല്ലോ. അങ്ങനെയല്ല, കാണുമ്പം അങ്ങനെയാണെങ്കിലും കോഴിയല്ല. സംസാരിച്ചപ്പോ നല്ലൊരു പാവം മനുഷ്യൻ. പൈസ ഒന്നും കൊടുത്തിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, കാണുമ്പോ ഒരു കോഴി ലുക്കാന്ന് ശരിക്കും എങ്ങനെയായി? അങ്ങനെയൊന്നുമില്ല. കോഴി ലുക്കുള്ള ആൺകുട്ടികൾ എങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക? അങ്ങനെയൊന്നും ചോദിക്കില്ല. അതെന്താ നീയല്ലേ ഇപ്പൊ പറഞ്ഞേ ഗോവിന്ദനെ കാണാൻ കോഴി ലുക്കാണ്? അങ്ങനെയല്ല, അയ്യോ വെറുതെ പറഞ്ഞു. അത് ഞാൻ വായിച്ച അത്. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? ഗോവിന്ദൻ ഇപ്പൊ അങ്ങനെ അല്ലാന്ന് നമുക്ക് അങ്ങനെ ആക്കാം. അല്ല, ഒരിക്കലും ഗോവിന്ദ അങ്ങനല്ല. അത് ഓരോരുത്തർ ചുമ്മാ ചീത്തപ്പേര് വീണ് പോകുന്നതാ. ഞാൻ വിളിച്ചിട്ടില്ല. അതെനിക്ക് അവനെ തിന്നാൻ ആഗ്രഹം വന്നിട്ട് കോഴി വിളിച്ചത്. പൊറോട്ട കൈ വെച്ചോണ്ടാ കോഴി ഇഞ്ഞുവായോ തൊട്ട് തിന്നാൻ. ചക്കര, നീ സൂപ്പറാടാ ഗോവിന്ദ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ കോഴിയാണെങ്കിലും പശു ആണെങ്കിലും വാട്ടവർ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. ലവ് യു ടു സർ. ഓക്കെ, മാർക്സ് വയ്ക്കാം. ആദ്യം ഗോവിന്ദിന്റെ മാർക്ക്. ശരത് സാർ. ഗോവിന്ദ ശരത് സാർ 8.9 marks. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക 8.9. താങ്ക് യു ഷാനിക. താങ്ക് യു ഷാനിക. ചേച്ചി. ഓക്കെ, അപ്പൊ ഗോവിന്ദിന്റെ മാർക്ക് 17.8. സൂപ്പർ. ഇനി ശിവനന്ദയുടെ മാർക്ക്. ശരത് സർ. എന്റെ ഗോവിന്ദനെ അധിക്ഷേപിച്ച കോഴിന്ന് വിളിച്ച, കോഴി അല്ലാന്ന് പറഞ്ഞത് അവള് മാത്രം കേട്ടോ. അങ്ങനെയാണോ പറഞ്ഞത്? എന്നാലും അത് പറയുമ്പോ അതൊരു വൃത്തികേടാ. അവള് കറക്റ്റ് അല്ല പറഞ്ഞേ, എല്ലാവരും കോഴിന്ന് പറയുന്നുണ്ട്, പക്ഷേ കോഴിയല്ല. അല്ല. ശിവനന്ദ സർ. ശിവനന്ദക്ക് 8.8. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക 8.9. ഷാനിക. ചേച്ചി. ശിവനന്ദയുടെയും ഗോവിന്ദന്റെയും മാർക്സ് ഗാനക്കൂടത്തിലേക്ക്. ഓക്കെ, അപ്പോൾ ടോട്ടൽ 17.7 and 17.8. Okay, all the best.